RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ CBT 1-ൽ 100 മാർക്കിൽ ഏറ്റവും സ്കോറിംഗ് ആയ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ് ആൻസർ, മാത്സും റീസണിങ്ങും. അപ്പൊ ഈ രണ്ട് ഏരിയ വെച്ച് തന്നെ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. JEE എക്സാമിന്റെ CBT 1-ൽ മാത്സിന് 30 മാർക്കും അതുപോലെ റീസണിങ്ങിന് 25 മാർക്കുമാണ് വെയിറ്റേജ് ഉള്ളത്. അപ്പൊ അതിനർത്ഥം ഈ രണ്ട് ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് 55 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 70-75 ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് ഉള്ളത്. അപ്പൊ മാത്സും റീസണിങ്ങും കൂടി മാത്രം നമുക്ക് എത്രയാ 55 മാർക്ക് ഉണ്ട്. പിന്നെ GKയിലും സയൻസിലും കൂടി കുറച്ച് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ കട്ട് ഓഫ് സിമ്പിൾ ആയി ക്രോസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ മെയിൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത് മാത്സിന്റെയും റീസണിങ്ങിന്റെയും സിലബസ് നോക്കിയാൽ നമ്മുടെ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, അപ്പൊ ഈ സബ്ജക്റ്റിന്റെ അത്രയും വാസ്റ്റ് ഏരിയ അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് വളരെ ലിമിറ്റഡ് ഏരിയ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലിമിറ്റഡ് ഏരിയ കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഈ രണ്ട് സബ്ജക്റ്റിന് തന്നെ മാക്സിമം സ്കോർ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ CBT 1 ക്ലിയർ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ്. അതായത് കൃത്യമായ പ്രാക്ടീസ് നമുക്ക് മാത്സിലും റീസണിങ്ങിലും ഉണ്ടെങ്കിൽ നമുക്ക് CBT 1 ക്രാക്ക് ചെയ്യുക എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫോക്കസ് കറക്റ്റ് ആണെങ്കിൽ സക്സസ് തീർച്ചയായും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അത്രത്തോളം നിങ്ങൾ ചെയ്യാം. ക്ലിയർ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.